ഈ പഴയ സർവേ നമ്പർ വെച്ച് റീഫിക്സ് ചെയ്യണമെങ്കിൽ കോടതി ഉത്തരവ് വേണം. അതല്ലേ ഞാൻ പറയണത്, അത് മനസ്സിലാക്കിയത്. ആ ഹലോ, എന്താ പത് വന്നാണ്ട് കയറി കുത്തിരിക്കുക? ഹലോ, നിങ്ങളോട് ഒറ്റ മിനിറ്റ്, ഒരു ഓഫീസിൽ വന്ന് നേരിട്ട് വന്നാണ്ട് കയറി കുത്തിരിക്കുക. അതാ നിങ്ങൾ അമ്മന്റെ വീടാ? അത് സാറ് ഫോണില് ഞാൻ അല്ല, ഇത് പുറത്തുനിന്ന് വരുന്നവർക്ക് ഇരിക്കാനുള്ള ചെയർ തന്നെയാണ്. പക്ഷെ ഒരു മര്യാദ ഇല്ലേ നമുക്ക്? റൂമിലേക്ക് ഒരു എക്സ്ക്യൂസ് മീ പറയാ, ഒരു ഗുഡ് മോർണിംഗ് പറയാ, ആക്കില്ലേ? ഗുഡ് മോർണിംഗ് സാർ. ആ ഗുഡ് മോർണിംഗ്. എന്തേ? അല്ല, ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി പുറത്ത് പോയിട്ട് വേണമെങ്കിൽ വരാം സാറേ. ഒന്നുകൂടി പുറത്ത് പോയിട്ട് വരും. ഇതെന്താ സിനിമ ഷൂട്ടിങ്? അത് നിങ്ങളവിടെ ഇരിക്കും. അതെ, നിങ്ങൾ ഈ രാജഭരണ കാലത്തുള്ള സർവേ നമ്പർ ആയിട്ടൊന്നും നടക്കൂല. ഇത് റീഫിക്സ് സംഭവം മനസ്സിലായല്ലോ? ആ തന്നെ. എന്താ പ്രശ്നം? I kindly request your authority to measure the property with the survey number 125/9 belongs to the address of Seedalan. എന്താ സാറിന് മനസ്സിലായില്ലേ? അപ്പുറത്തെ റൂമിൽ ഇത് കാണിച്ചിനോ? ഇല്ലേ, അത് സാറിന് നേരിട്ട് കാണിക്കാന്ന് വിചാരിച്ചിട്ട്. ഓ, നേരിട്ട് എൻ്റെ അടുത്തേക്ക് കൊണ്ട് വന്നാ അല്ലേ? അല്ല, സാറിന് അർത്ഥം മനസ്സിലായില്ലെങ്കിൽ അവിടെ കാണിക്കാം. നിങ്ങൾ അപ്പുറത്തെ റൂമിലേക്കൊന്ന് ചെല്ലി. ആ റൂമിലേക്ക് ഒന്ന് ചെന്നിട്ട് അന്ന് എഞ്ചി നോക്കി അങ്ങോട്ട് എന്താ കാണാൻ നോക്കി ചെല്ലി. എന്താ കാരണം അവിടെ? സാറ് ബിസ്ക്കറ്റ് തിന്നുന്നു. അതാ തടിച്ച സാറല്ലേ? അതുകൊണ്ട് സീൽ, അത് നോക്കണ്ട. വേറെന്താ കണ്ടത്? എന്താ കണ്ടത്? മറ്റേ സാറ് കാല് മേശയുടെ മുകളിൽ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഉറങ്ങുക. അത് അയാൾക്ക് ഷുഗർ കംപ്ലൈന്റ് ഉള്ളതുകൊണ്ടാ. അത് നോക്കണ്ട. വേറെന്താ കണ്ണു നോക്കി? കാണൂല മുപ്പര്. സാറ് കമ്പ്യൂട്ടറിൽ, അത് ഫുൾ ടൈം കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾ. അത് നോക്കണ്ട. ചുമരുമേൽ എന്താ കാണുന്നത്? ചുമരുമ കേരളം ഉണ്ട്. അതവിടെ നിന്നോട്ടെ. അതിന്റെ തൊട്ടടുത്ത് ഒരു മഞ്ഞ ബോർഡിൽ എന്തെങ്കിലും എഴുതിയുണ്ടോ? അത് നോക്കി. അന്റെ എഴുതി കണ്ടോ? ആ, ഇങ്ങോട്ട് വരും, ഇരിക്കും. എന്താ കണ്ടേ? ഭരണഭാഷ മലയാളം. നിങ്ങൾ എഴുതി കൊണ്ടുവന്ന ആംഗലേയോ അല്ലേ? ഈ 2017 മെയ് 1 മുതൽ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഔദ്യോഗിക ഭാഷ മലയാളമാക്കിയിട്ടുണ്ട്. ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങളിപ്പോൾ തന്നെ ഈ അപേക്ഷ ഉണ്ടല്ലോ, ഇത് ഞാൻ മുകളിലേക്ക് അയച്ചാൽ ഞാൻ സമാധാനം പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പോയിട്ടേ അടുത്ത ദിവസം ഇത് മലയാളത്തിൽ എഴുതിയിട്ട് ഇങ്ങോട്ട് പോരെ. ഓക്കെ സാറേ, ഇത് എന്താ സംഭവം വെച്ചാലേ, എനിക്ക് 1 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. അതിപ്പോ പോയി 93 സെന്റ് സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ കുറെ ഒക്കെ റോട്ടിലേക്ക് പോയി അങ്ങനെയൊക്കെ വിചാരിക്കണോ? അപ്പൊ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇനിയിപ്പോ ബാക്കിയുള്ള ഈ 93 സെന്റ് സ്ഥലം ഒന്ന് കറക്റ്റായിട്ട് അളന്ന് തിട്ടപ്പെടുത്തിയിട്ട് എനിക്കൊരു ലോൺ എടുക്കേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് ഈ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഒരു 3.5 സെന്റിന്റെ ഉടമ പറയണ അയാളുടെ അതിർത്തിയിലേക്ക് ഞാൻ സുഗതൻ എന്ന് പറഞ്ഞ ആളാ, അയൽവക്കം. അപ്പൊ അയാളുടെ സ്ഥലത്തേക്ക് നമ്മൾ അളന്ന് ഇത് മറ്റേ വേലി കെട്ടണമെന്നൊക്കെയാണ് ഇപ്പൊ ഒരു ഇത്. അപ്പൊ എനിക്കത് കൃത്യമാക്കിയിട്ട് നിങ്ങളിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. അത് മലയാളത്തിൽ എഴുതണം. റിക്വസ്റ്റ് ഇട്ടോ. എന്നിട്ട് നികുതി ചീട്ടും പ്രമാണത്തിന്റെ കോപ്പി ആ കേട്ടും കൂടി പോയി. എന്താ പോന്റെ നിലപാട്? വരിക, കസാല അങ്ങോട്ട് നീക്കിയിട്ടിരിക്കുക. എന്തോ അമ്മോന്റെ വീട്ടിലൊക്കെ പോയ മാതിരിയാ. അതെ, ഇനി സർക്കാരിൻ്റെ സാധനങ്ങൾ നശിപ്പിച്ച് അതിൻ്റെ കാശ് നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും. ഓരോ ദിവസം ഓരോ ഉത്തരവ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു കണക്കിനാണ് നമ്മളൊരു ബഹുമാനമൊക്കെ ഉണ്ടാക്കി വെച്ചത്. പാടെ നശിപ്പിച്ച് കളഞ്ഞു. ഇനി അവർ നമ്മളെ പെരടിക്ക് കയറും. ഈ സർക്കാരിൻ്റെ ഭ്രാന്താണെന്ന് തോന്നുന്നു. ഒരുമാതിരി കുറേ വൃത്തിയായിട്ട ഉത്തരവും. നമ്മളെ പെടലിക്കാറാണൊക്കെ വരട്ടെ, അങ്ങനെയൊന്നും ഞാൻ വിട്ടുകൊടുക്കില്ല.
അപേക്ഷ 3.5 സെന്റ് സ്ഥലം അളക്കാനുള്ള അപേക്ഷ മാറ്റി എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു. ഇത് ഇതാ ആധാരത്തിന്റെ കോപ്പിയും നികുതി ഷീട്ടും. സാറേ നോക്കി വായിച്ചോളൂ. അത് താണുകയാണ് അപേക്ഷിക്കുന്നു. നിങ്ങൾ ഈ ആവശ്യമില്ലാത്തൊക്കെ എന്തിനാണ് ഇതിൽ എഴുതി കൊണ്ടുവന്നേക്കണം? നിങ്ങൾ എന്തായാലും എഴുതി കൊണ്ടുവന്നേക്കണം. വായിച്ചു നോക്കട്ടെ. അത് സാറ് പറഞ്ഞ പോലെ തന്നെ 3.5 സെന്റ് സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി തരുവാൻ താഴ്മയോടെ അപേക്ഷിക്കുന്നു എന്ന് വിനയപൂർവ്വം സുഗതൻ. അതിപ്പോൾ ആ താഴ്മയോടെ അപേക്ഷിക്കുന്ന സംഭവമൊന്നും വേണ്ട. അതിപ്പോൾ ഇതിൽ ആവശ്യമില്ല. സാറല്ലേ അന്ന് പറഞ്ഞത് ഇതുപോലെ എഴുതണോന്ന്? എൻ്റെ കുട്ടിയെ അന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ നിയമം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ നിയമം മാറി. ഇപ്പം അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ അപേക്ഷകളിൽ അങ്ങനെ താഴ്മയോടെ താണുകേട് അപേക്ഷിക്കുന്നൊന്നും എഴുതണ്ട. സാർ എന്താ ഞങ്ങളെ കളിയാക്കണം സാറേ? കളിയാക്കുന്നത് ഞങ്ങളെയാ, സർക്കാർ. 22/3/2022 ഉദ്യോഗസ്ഥ ഭരണവകുപ്പ് പുതിയൊരു സർക്കുലർ കൊണ്ടുവന്നു. അതിനകത്ത് സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അപേക്ഷ കൊടുക്കുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് താഴ്മയോടെ അപേക്ഷിക്കുന്നു, കേണപേക്ഷിക്കുന്നു, അതിലുള്ള വാചകങ്ങളൊന്നും പാടില്ല എന്ന് പറഞ്ഞ് കൊണ്ടുവന്നേക്കാ. ഓ, അപ്പൊ ഞങ്ങൾ ആദ്യം എഴുതിയ പോലത്തെ അപേക്ഷയാണ് കറക്റ്റ് അല്ലേ? ഏതാണ്ടൊക്കെ അതുപോലെ തന്നെ. അപ്പൊ സാറ് ആ പേന ഇങ്ങോട്ട് താ, ഞാൻ ഇത് വെട്ടിയാ പോരെ ഈ അപേക്ഷിക്കുന്നു. അപേക്ഷയിൽ വെട്ടും തിരുത്തും പാടില്ല. എന്നാ പിന്നെ ഒരു പേപ്പർ തരും സാർ, ഞാൻ പുതിയത് എഴുതി തരാം. എൻ്റെ പൊന്ന് സുഹൃത്തെ, നിങ്ങളത് എഴുതിയാൽ വീണ്ടും തെറ്റും. നിങ്ങൾ കാര്യം ചെയ്യും. ആ പുറത്ത് ഉണ്ണി എന്ന് പറഞ്ഞൊരു പയ്യൻ ഇരിപ്പുണ്ട്, ഈ അപേക്ഷയൊക്കെ എഴുതണം. അയാളെ കൊടുക്കുക, അയാൾ നന്നായിട്ട് എഴുതി തരും. ആ പുറത്ത് ആ സുമേഷ് ഏട്ടനുണ്ട്, അയാൾക്ക് കൊടുത്താൽ മതി, ആ വയസ്സായ ആൾക്ക്. എൻ്റെ രാഘവേട്ട, നിങ്ങൾ എന്തായി പറയണത്? സുമേഷ് ഏട്ടൻ പഴയ ആളാ. അയാൾക്ക് പഴയ നിയമങ്ങളെ അറിയാവൂ, പുതിയ നിയമങ്ങളൊക്കെ ഉണ്ണിക്ക് അറിയാവൂ. നിങ്ങൾ ഉണ്ണിയുടെ കൊടുത്ത് എഴുതിക്കുക. അയാൾ എത്രയോ അപേക്ഷയുടെ കൊണ്ടുവന്ന് അയാൾ എഴുതിക്കൊണ്ടുവന്ന അപേക്ഷകളൊക്കെ പിന്നെ എവിടെ കൊണ്ട് ഉണ്ണിയെ കൊണ്ട് എഴുതിക്കേണ്ടി സാറേ, വരില്ലേ? ഇതിപ്പോ ആരെഴുതിയാ സാറ് സ്വീകരിക്കും ഈ അപേക്ഷ? നിങ്ങളൊരു കാര്യം ചെയ്യും, ആ ഉണ്ണിയും സുമേഷിനും ഇരിക്കുന്നിടത്ത് പോയിട്ട് 1 രൂപ കോയിൻ ഇട്ട് ടോസ് ഇടും. എന്നിട്ട് ആർക്കാണ് വീണ് അവരെ കൊണ്ട് എഴുതിക്കും. അങ്ങനെ എഴുതണത് കൊള്ളാം. അതിനകത്ത് ഈ താണു വീണ് അപേക്ഷിക്കുന്നതൊന്നും ഉള്ള വാചകങ്ങൾ വരരുത്. ആ ചേട്ടാ, നമ്മൾ ആദ്യം എഴുതിയ അപേക്ഷയായിരുന്നു കറക്റ്റ്. അല്ലെങ്കിൽ അതന്നെയല്ലേ കറക്റ്റ്. നമ്മളെന്തിനാ ഇവരുടെ മുമ്പിൽ താണുകയാണ് അപേക്ഷിക്കണത്? പിന്നെ നമ്മുടെ സർവൻ്റ്, നമ്മൾ കൊടുത്ത നികുതി പണം കൊണ്ട് ശമ്പളം മേടിച്ചിരിക്കണവര്, നമ്മൾ പറഞ്ഞത് അവർ കേൾക്കണം. സർക്കാരിന് എപ്പോഴാണ് ബോധം ഉണ്ടായത്? എന്റെ സാറെ കുറച്ച് കഷ്ടമാണ്. നടന്ന മനുഷ്യന്റെ കാലൊടിഞ്ഞു. സാറിലെവിടെ? സാറിൻ്റെ അവിടെ ഉള്ളു. എൻ്റെ രാഘവേട്ടാ, ഞാൻ ചൂളിപ്പോയി. ഇനിയിപ്പോൾ വരുന്നവനും പോകുന്നവനൊക്കെ നമ്മളെ മേളിൽ കയറി ചെണ്ട കൊട്ടും. അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. AR 13 വകുപ്പ് പ്രകാരം ഇനി താഴ്മയായി, വിനീതമായി എന്നുള്ള പദപ്രയോഗങ്ങളൊന്നും വേണ്ട. സാറിതിപ്പോ നിയമമൊക്കെ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിപ്പോ ഇതിനു വേണ്ടിയിട്ടേ നമ്മളിപ്പോ 3ാമത്തെ തവണ ഇങ്ങനെ കയറി ഇറങ്ങണേ സാറേ. സർക്കാർ ഇങ്ങനെ ഓരോ പ്രാവശ്യം നിയമം ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞ് അതിനൊക്കെ നമ്മളിങ്ങനെ കയറി ഇറങ്ങണ്ടേ? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതിപ്പോ ഇനി കൊണ്ടുവരുമ്പോ നിങ്ങൾ വരുമ്പോ ചിലപ്പോ ഈ സാർ എന്നുള്ള വിളി വേണ്ടാന്ന് വെക്കും. ചിലപ്പോ അതൊക്കെ ഇനി ഉണ്ടാവാൻ പോളെ. ഇതൊക്കെ സർക്കാരിന്റെ കാര്യം, അത് മാറി മറിഞ്ഞൊക്കെ ഇരിക്കും. അത് നിങ്ങൾ അനുസരിക്കുക, അത്രേ ഉള്ളൂ.